അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്തും സ്വലാത്തും കഴിഞ്ഞതിനു ശേഷം വളരെ മഹത്തായ ഒരു ദുആ നാം നിർവഹിക്കുന്നു. എന്നാൽ നമ്മിൽ പല ആളുകൾക്കും ഈ ദുആ അറിയില്ല, അല്ലെങ്കിൽ അതിന്റെ ആശയം അറിയില്ല. ഈ ദുആ നാം പഠിക്കാതെ പോവുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം. കാരണം ഈ ദുആ നാം നിസ്കാരത്തിന്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുൻപായിട്ട് നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഈ ദുആ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു, അല്ലാഹുവേ, ഞാൻ ചെയ്തു പോയ ദോഷങ്ങൾ എനിക്ക് നീ പൊറുത്തു തരേണമേ. വമാ അഖർതു, ഇനി എന്നിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന വീഴ്ചകളും. വമാ അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്ത തെറ്റുകളും. വമാ അഅ്ലൻതു, ഞാൻ പരസ്യമായി ചെയ്ത കുറ്റങ്ങളും. വമാ അസ്റഫ്തു, ഞാൻ അമിതമായി ചെയ്ത അപരാധങ്ങളും. വമാ അൻത അഅ്ലമു ബിഹി മിന്നി, തെറ്റാണെന്നറിയാതെ ഞാൻ ചെയ്ത കുറ്റങ്ങളും എനിക്ക് നീ പൊറുത്തു തരേണമേ. ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു, തീർച്ചയായും നീ മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനുമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ, അല്ലാഹുവേ, തീർച്ചയായും ഖബറിലെ അദാബിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി, ജീവിതത്തിലും മരണത്തിലുമുള്ള കുഴപ്പങ്ങളിൽ നിന്നും. വ മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് പരമാവധി ഷെയർ ചെയ്യുക. ഈ മഹത്തായ പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമായിരിക്കും അത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏറ്റവും വലിയ സ്വതക്ക ഒരാൾ ഒരു ഇൽമു പഠിക്കുകയും അത് തന്റെ മുഅ്മിനായ സഹോദരന് പഠിപ്പിച്ചു കൊടുക്കലുമാണ്. അസ്സലാമു അലൈക്കും.